നമ്മുടെ ആപ്പിളിന്റെ പ്രോഡക്ട്സ് എല്ലാം ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐഫോൺ 16 പ്ലസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പൊ അതിന്റെ കൂടെ ലോഞ്ച് ചെയ്ത ഒരു സാധനമാണ് നമ്മുടെ പുതിയ വേർഷൻ ആയിട്ടുള്ള എയർപോർട്സ്. ഓക്കെ, ഈ കാര്യം നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും അറിയാമായിരിക്കും. അതായത് നമ്മുടെ എയർപോർട്സ് ഹിയറിംഗ് എയ്ഡ്സ് പോലെ ആക്ട് ചെയ്യും, വിച്ച് മീൻസ് നമ്മുടെ ആപ്പിളിന്റെ ഫോണിന്റെ അകത്ത് നമ്മുടെ ഹിയറിംഗ് അല്ലെങ്കിൽ മറ്റ് വേറെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കേൾവി പരിശോധിക്കാൻ പറ്റും, സ്ക്രീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഫ്രീക്വൻസീസിൽ, നമുക്ക് കേൾവിക്കുറവുള്ള ഫ്രീക്വൻസീസിലുള്ള ശബ്ദങ്ങൾ നമ്മൾ ഫോൺ വഴി, അതായത് നമ്മുടെ ഐഫോണോ ഉണ്ട് എയർപോർട്സ് ഉണ്ടെന്ന് വയ്ക്കാം, നമുക്ക് കോവേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും വീഡിയോസോ സിനിമാസോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഫ്രീക്വൻസീസോ ശബ്ദങ്ങൾ ഇത് ഓൾറെഡി ബൂസ്റ്റ് ചെയ്യും, ഓക്കെ, ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കേൾപ്പിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് സ്ട്രീം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള ഒരു കേൾവിക്കുറവ് നമ്മൾ അത്രയും അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് മിക്ക ആളുകൾക്കും അറിയാതെ എനിക്ക് തോന്നുന്നു. ബട്ട് ഞാൻ ഇപ്പം പറയാൻ പോകുന്ന കാര്യം, ദിസ് ഈസ് ദ കൂളസ്റ്റ് ഫീച്ചർ. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് അറിയും. ബട്ട് ഐഫോണില് ലൈവ് ലിസൺ എന്ന പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു എയർപോർട്സ് ഇല്ലാന്ന് വയ്ക്കാം, ബട്ട് നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് ഒരു ഐഫോൺ വേണം, ഓൾസോ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടെന്ന് വയ്ക്കാം. ഓക്കെ, ഇപ്പോ ഞാൻ ഇതിനെപ്പറ്റി മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് റിമോട്ട് മൈക്രോഫോണിനെ പറ്റിയിട്ട്. അതായത് ഞാൻ അതിന്റെ ഐ ബട്ടൺ ഇവിടെയോ ഞാൻ കൊടുത്തിരിക്കാം. റിമോട്ട് മൈക്രോഫോൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഡിസ്റ്റൻസിലാണ് വയ്ക്കുക, അദ്ദേഹം പറയും നമുക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റിമോട്ട് മൈക്രോഫോൺ നമുക്ക് ആരെയാണോ കേൾക്കേണ്ടത് അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരല്പം ദൂരെയാണെങ്കിലും പുള്ളി പറയുന്നത് ആ ഒരു മൈക്രോഫോൺ പിക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് റിമോട്ട് മൈക്രോഫോൺ. ഇപ്പോ ഐഫോണിൽ ഈ ഒരു ലൈവ് ലിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കിയില്ലാന്നുണ്ടെങ്കിൽ ഐഫോൺ ഈ പറയുന്ന റിമോട്ട് മൈക്രോഫോൺ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മളിപ്പോ ഒരു ഹോട്ടലിലാണെന്ന് വയ്ക്കുക, നമ്മൾ നല്ല നോയ്സ് ഉണ്ട്, ഇവരെല്ലാം പറയുന്നത് കേൾക്കുന്നില്ല, മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഐഫോൺ എടുക്കുക, ഹിയറിംഗ് എയ്ഡോട്ട് കണക്ട് ചെയ്യുക, ഐഫോണിന്റെ ലൈവ് ലിസൺ ഓപ്ഷൻ ഓൺ ആക്കി ഇടുക. ഫോൺ നിങ്ങൾക്ക് ആര് പറയുന്നതാണ് കേൾക്കുന്നത് ടേബിളിൽ കൺപോർട്ടായി വയ്ക്കാം, അവർ പറയുന്നത് സ്ട്രീം ചെയ്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. Mountain, we didn't go to the reflection lake, so we decided we had time, and we continued up towards the bench lakes. Bench lakes? Yeah. Right. Are the wildflowers out now? Oh my god, they are amazing. നിങ്ങളെങ്കിലും പോവാണ്, കാറിലാണെങ്കിലും പുറകിലാണ്, ഫ്രണ്ടിൽ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവർ പറയുന്ന കേൾക്കുന്നില്ല, പുറമെയുള്ള വണ്ടിയുടെ ഓക്സൈഡ് കാരണം അവർ പറയുന്ന കേൾക്കുന്നില്ലാന്ന് വയ്ക്കുക. ഫോൺ എടുക്കുക, ഹിയറിംഗ് എയ്ഡോട്ട് കണക്ട് ചെയ്യുക, ലൈവ് ലിസൺ ഓൺ ആക്കുക. മോനെ ഫോൺ ഒന്ന് ഫ്രണ്ടിൽ വെക്കുന്നത് വയ്ക്കുക, ഫോൺ ഫ്രണ്ടിൽ വെച്ചിരുന്നാൽ മതി. അവർ പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രസന്റ് കേൾക്കാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും സീറ്റ് പുറകിലാണ് കിട്ടിയത്, സ്റ്റേജിൽ ആളുകൾ പറയുന്ന കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരാളുടെ പ്രസന്റ് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഐഫോൺ എടുക്കുക, ഹിയറിംഗ് എയ്ഡോട്ട് കണക്ട് ചെയ്യുക, ലൈവ് ലിസൺ ഓൺ ആക്കുക, ഫോൺ കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുക, അല്ലെങ്കിൽ ടേബിൾ വയ്ക്കുക, പുറകിൽ പോയിരിക്കുക. ഈ പറയുന്നത് മറ്റുള്ള ആളുകൾ കേൾക്കുന്നതിനെക്കാട്ടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളുടെ ഇപ്പം ഈ ഒരു റിമോട്ട് മൈക്രോഫോൺ നമ്മൾ എക്സ്റ്റേണിൽ മേടിക്കാൻ ഏകദേശം ഒരു 20,000 ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ അടുപ്പിച്ചാണ് നമ്മൾ ചിലവാക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്, നമ്മുടെ ഹിയറിംഗ് എയ്ഡും ഐഫോണായിട്ട് കോമ്പാറ്റബിൾ ആകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാം, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഹിയറിംഗ് എയ്ഡ് ഇല്ലാന്ന് വയ്ക്കുക, നിങ്ങളുടെ കയ്യിലുള്ളത് ഐഫോണും എയർപോർട്ടും ആണെന്ന് വയ്ക്കുക, നിങ്ങൾക്ക് ഒരു മൈൽഡ് ലോസ് ഒരു ചെറിയ മൈൽഡ് മൊബൈൽ ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു മീറ്റിംഗിലാണ്, ഒരു റൗണ്ട് ടേബിൾ ആണ്, അത്യാവശ്യം വലിയൊരു മീറ്റിംഗ് ഏരിയ ആണ്, മീറ്റിംഗ് ആളുകൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുക, ഐഫോൺ എടുക്കുക, നമ്മുടെ എയർപോർട്സ് ആയിട്ട് കണക്ട് ചെയ്യുക, ലൈവ് ലിസൺ ഓൺ ആക്കുക, ഫോൺ എടുത്ത് ടേബിളിൽ വയ്ക്കുക. അല്ലെങ്കിൽ ആര് പറഞ്ഞു നിങ്ങളുടെ ബോസ് പറയുന്നതാണോ കേൾക്കുന്നത്, ഇതെടുത്ത് ബോസിന്റെ കയ്യിൽ കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ടേബിളിൽ അടുത്തോട്ട് വയ്ക്കുക. അദ്ദേഹം പറയുന്നത് ഒരു ഇൻഫർമേഷൻ പോലും മിക്സ് ആവാണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സോ നിങ്ങളുടെ കയ്യിൽ ആപ്പിളിന്റെ പ്രൊഡക്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ യെസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ.